ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ട് വെച്ചാൽ നമ്മളിന്ന് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോകാട്ടോ. അതായത് നമ്മളിന്ന് സ്കൂളൊക്കെ വിട്ട് വന്ന് ഉണ്ടാക്കാൻ എന്നിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ്. അതിന് നമ്മൾ 2 എഗ്ഗൊക്കെ പൊട്ടിച്ച് വെച്ച് അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ? നിങ്ങൾക്കൊക്കെ സുഖമാണോ? അപ്പോൾ ഗൈസ് അക്ഷരസ്ഫുടതയില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. അപ്പോൾ നമ്മളെ മുട്ടയൊക്കെ വറുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടു. നമ്മൾ സ്കൂൾ വിട്ട് വന്നതുകൊണ്ട് നല്ല വിശപ്പാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സ്കൂൾ വിട്ട് വന്നപാട് നല്ല വിശപ്പായിരിക്കും കേട്ടോ. അതെന്താ അറിയില്ല, അതങ്ങനെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോയി ക്ഷീണിച്ച് വരുന്നതല്ലേ, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഉമ്മമാർ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. അതല്ലേ അതിൻ്റെ ഒരു ശരി അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിനി ഇടുന്ന 10-15 വീഡിയോസ് ശരിക്കും കണ്ട് ഫുൾ വീഡിയോ ആയിട്ട് കണ്ട് പിന്നെ ലൈക്കും കമൻറ്റും ചെയ്ത് നല്ല ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഒരു കമൻറ്റും ചെയ്ത് നിങ്ങൾ എല്ലാ വീഡിയോസിനും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതിൽ നിന്ന്. പിന്നെ ഇതാ നമ്മുടെ മാക്രോണിയൊക്കെ പാത്രത്തിലേക്ക് ഇട്ടു, ആ സോസിലേക്ക് ഇട്ടു. പിന്നെ നല്ല ചൂട് ചായയൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാൻ പോയിട്ടോ. ഉമ്മ ആക്കി വെക്കുമ്പോഴത്തേക്കും ഞാൻ കുളിക്കാൻ പോയി. പിന്നെ വന്ന് നോക്കുമ്പോൾ എന്ന് അറിഞ്ഞത് നല്ല ചൂട് ചായയും നല്ല വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വായിലിങ്ങനെ കൊത്തി വന്നു ഗായ്സ്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ സാധാ മാക്രോണി ആക്കുന്ന പോലെയെല്ലാം, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ മാക്രോണിയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുന്നത് ഇതെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. പറയുന്നവരുണ്ടെങ്കിൽ പറയട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വൈറ്റ് സോസ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി വിശന്ന് വരികയാണ് ഗൈസ്. അപ്പം ഇത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. യമ്മി. എന്തൊരു സുഖം. സ്കൂളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടൊക്കെ തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉമ്മമാരോടും അമ്മമാരോടൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടാക്കിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ആറ്റാൻ്റെ ബർത്ത്ഡേക്ക് ആറ്റ് ഗൾഫിലാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ട്രീറ്റായിട്ട് തന്നത് കേട്ടോ. ഹലോ ഗായ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഇച്ചുപ്പാൻ്റെ വക അത്രയധികം നന്ദി. നമ്മൾ കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ബ്രോസ്റ്റഡ് മേടിച്ച് മമ്മിയും പാപ്പയും നമ്മളത് തിന്നാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നാളെ സ്കൂളുണ്ട്. നല്ല ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ തിന്ന് നമ്മൾ വേഗം കിടന്നുറങ്ങിട്ടോ. അപ്പോൾ ബൈ.